അടുത്ത പടിയായി പിടിച്ചുകൊണ്ടുവന്നപ്പോൾ വേതാളം മറ്റൊരു കഥ പറഞ്ഞു. ശ്രേഷ്ഠനായ ഒരു രാജാവ് വനമധ്യത്തിൽ വെച്ച് മനോഹാരിണിയായ ഒരു മുനികന്യകയെ കണ്ടുമുട്ടി. രണ്ടുപേരും കൂടി സരസസല്ലാപങ്ങൾ നടത്തി ഉല്ലസിച്ചുകൊണ്ടിരിക്കെ ഒരു രാക്ഷസൻ അവരെ കാണുകയും അവർക്കു നേരെ ക്രുദ്ധനായി ആഞ്ഞടുക്കുകയും ചെയ്തു. അവനിൽ നിന്നും രക്ഷ നേടുവാൻ രാജാവ് പഠിച്ച പണി 18 പയറ്റി നോക്കി. മാതാപിതാക്കളുള്ള ഒരു ബ്രാഹ്മണ ബാലനെ കൊടുത്തു കഴിഞ്ഞാൽ ഒഴിഞ്ഞു പോകാമെന്നായി രാക്ഷസൻ. അതനുസരിച്ച് രാജാവ് ഒരു ബാലനെ പിടിച്ചുകൊണ്ടുപോയി രാക്ഷസനെ ഏൽപ്പിച്ച് രക്ഷപ്പെട്ടു. രാക്ഷസൻ അവനെ തിന്നാൻ തുടങ്ങവേ ആ ബാലൻ ചിരിക്കുകയാണുണ്ടായത്. രാജാവേ, അതിന് കാരണം എന്താണ് എന്ന് വേതാളം ചോദിച്ചപ്പോൾ വിക്രമാദിത്യൻ അതിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. സ്വപുത്രനെ അന്യൻ ഉപദ്രവിച്ചാൽ മാതാപിതാക്കൾ ചോദിക്കണം, മാതാപിതാക്കൾ ഉപദ്രവിച്ചാൽ രാജാവ് ചോദിക്കണം, രാജാവ് ഉപദ്രവം ചെയ്താൽ ദൈവം ചോദിക്കും, ദൈവം ദണ്ഡിപ്പിച്ചാൽ ആരാണ് ചോദിക്കുക എന്നു ചിന്തിച്ചാണ് ബാലൻ ചിരിച്ചത്. വേതാളം മുരുക്കുമരത്തെ ശരണം പ്രാപിച്ചു. വേതാളത്തിന്റെ പിന്നത്തെ കഥ സ്വാമിനാഥനെ കുറിച്ചായിരുന്നു. പാവപ്പെട്ട ബ്രാഹ്മണ സ്ത്രീകളുടെ ഏകപുത്രൻ അകാല മൃത്യുവിന് ഇരയായി. ആ വഴി വന്ന ഒരു താപസൻ സ്വന്തം ശരീരം ഉപേക്ഷിച്ച് സ്വാമിനാഥൻ എന്ന മരിച്ച യുവാവിന്റെ ശരീരത്തിൽ ആത്മാവിനെ സന്നിവേശിപ്പിച്ചു. യുവാവ് ജീവൻ തിരിച്ചു കിട്ടിയപ്പോൾ ആദ്യം വ്യസനിക്കുകയും പിന്നീട് ചിരിക്കുകയും ചെയ്തു. ഇതിന് കാരണം എന്താണ് വേതാളത്തോട് രാജാവ് പറഞ്ഞു. മാതാപിതാക്കൾ ലാളിച്ചു വളർത്തിയ ശരീരത്തിൽ നിന്നും ജീവൻ വേർപെട്ടതിൽ ദുഃഖിച്ചു. വൃദ്ധന്റെ ആത്മാവ് പ്രവേശിച്ചതിൽ ചിരിച്ചു. വേതാളം വീണ്ടും മുരുക്കുമരത്തിൽ. വനാന്തർഭാഗത്തെ മുരുക്കുമരത്തിൽ നിന്നും വിക്രമാദിത്യൻ വേതാളത്തെ പിടിച്ചുകൊണ്ടുവരവേ അത് പിന്നെയും കേൾക്കാൻ ഇമ്പമുള്ള വേറൊരു കഥ പറയാനൊരുങ്ങി. ലതാംഗി എന്ന കോമള രൂപിണിയായ ഒരു തരുണിമണിയിൽ അനുരക്തനായ രാജേന്ദ്രൻ അവളെയും കൊണ്ട് നാടുവിട്ടു. വഴിയിൽ അയാൾ വലിയൊരു തസ്കര സംഘത്തെ എതിർത്ത് തോൽപ്പിച്ചു. അവർ എത്തിച്ചേർന്ന ദിക്കിലുണ്ടായിരുന്ന കാളിക്ഷേത്രത്തിൽ ലതാംഗിയെ ഇരുത്തിയിട്ട് രാജേന്ദ്രൻ പട്ടണത്തിലേക്ക് പുറപ്പെട്ടു. സന്ദർഭവശാൽ അവിടെ വെച്ച് ഒരു ദാസി അയാളെ കാണുകയും മോഹിതയാകുകയും ചെയ്തു. അവൾ രാജേന്ദ്രനെ പറഞ്ഞു മയക്കി തന്റെ കൂടെ പാർപ്പിച്ചു. ഭർത്താവിനെ കാണാതെ പരിഭ്രമിച്ച് അവശയായിരുന്ന ലതാംഗിയെ ഒരു വൈശ്യൻ വന്ന് കൊണ്ടുപോയി. അവർ രണ്ടുപേരും ഉറങ്ങാൻ കിടന്നപ്പോൾ അരികിൽ കൂടി ഓടിപ്പോയ ഒരു എലിയെ തല്ലിക്കൊന്ന് വൈശ്യൻ തന്റെ ധീരതയെപ്പറ്റി വീമ്പ് പറയാൻ തുടങ്ങി. 40 തസ്കരന്മാരെ എതിർത്ത് തോൽപ്പിച്ച തന്റെ ഭർത്താവിനെ അപേക്ഷിച്ച് ഇവൻ വെറും വിഡ്ഢിയാണെന്ന് മനസ്സിലായ ലതാംഗി അവനെ ഉപേക്ഷിച്ച് ആത്മഹത്യ ചെയ്തു. ഇതിൽ ദുഃഖിതനായി വൈശ്യനും മരിച്ചു. ഈ വിവരമെല്ലാം അറിഞ്ഞ രാജേന്ദ്രൻ പിന്നീട് അധികകാലം ജീവിച്ചില്ല. രാജേന്ദ്ര വിരഹത്തിൽ സന്തപ്തയായ ദാസിയും മൃതിയടഞ്ഞു. വേതാളം ചോദിച്ചു, രാജാവേ, ഇതിൽ ആരുടെ മരണമാണ് ശ്ലാഘനീയം? ദാസി ഒഴികെ മറ്റെല്ലാവരും പ്രേമം മൂലമാണ് മരിച്ചത്. അതുകൊണ്ട് ദാസിയുടെ മരണമാണ് ശ്ലാഘനീയം. വിക്രമാദിത്യൻ മറുപടി പറഞ്ഞപ്പോൾ വേതാളം ചുമലിൽ നിന്നും ഇറങ്ങിയോടി മുരുക്കുമരത്തിൽ കയറി. നിരാശയില്ലാതെ വിക്രമാദിത്യൻ പിന്നെയും മുരുക്കുമരത്തെ സമീപിച്ചു. ആ തോളിലിരുന്ന് വേതാളം വീണ്ടും പറഞ്ഞു. 2 തീർത്ഥയാത്രക്കാരികൾ സ്വന്തക്കാരിൽ നിന്നും പിരിഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ക്ഷീണിച്ച് ഒരാൽത്തറയിൽ വിശ്രമിക്കാനിരുന്നു. ഒരച്ഛനും മകനും തങ്ങളുടെ മുന്നിൽ അവരുടെ കാലടികൾ മണ്ണിൽ പതിഞ്ഞു കിടക്കുന്നത് കണ്ട് ഇതിലേ കൂടി 2 സ്ത്രീകൾ നടന്നിട്ടുണ്ടെന്നും അവർ സമ്മതിക്കുകയാണെങ്കിൽ വലിയ ചുവടുകൾ ഉള്ളവളെ അച്ഛനും ചെറിയ ചുവടുകൾ ഉള്ളവളെ മകനും സ്വീകരിക്കാമെന്നും പറഞ്ഞ് സമ്മതിച്ച് അവരുടെ സമീപത്തെത്തി. സ്ത്രീകളുടെ അനുവാദത്തോടെ അവരൊന്നിച്ച് നാട്ടിലെത്തി. ആ സ്ത്രീകളിൽ വലിയ പാദമുള്ളവൾ മകളും ചെറിയ പാദമുള്ളവൾ അമ്മയുമായിരുന്നു. വലിയ പാദമുള്ള മകളെ അച്ഛനും ചെറിയ പാദമുള്ള അമ്മയെ മകനും സ്വീകരിച്ചു. അവർക്ക് ഓരോ സന്താനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഇനി വേതാളത്തിന്റെ ചോദ്യം. രാജാവേ, അവർ പരസ്പരം എന്തു പേരിൽ വിളിക്കണം? വേതാളം ചോദിച്ചപ്പോൾ വിക്രമാദിത്യൻ തെല്ലിട ഉത്തരമാലോചിച്ചു നിന്നു. അപ്പോഴാണ് വേതാളത്തിന് ദിവ്യശക്തിയാൽ തന്റെ മുന്നിൽ നിൽക്കുന്നത് വിക്രമാദിത്യൻ എന്ന രാജ്യശ്രേഷ്ഠനാണെന്ന് മനസ്സിലായത്. താൻ പറഞ്ഞ 24 കഥകളിൽ 23 എണ്ണത്തിനും അദ്ദേഹം ഉത്തരം നൽകി കഴിഞ്ഞിരിക്കുന്നു. വിക്രമാദിത്യൻ, അതെ, സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ്. അദ്ദേഹത്തോട് ഇപ്പോൾ വേതാളം തന്റെ സ്വന്തം കഥ പറയാൻ തുടങ്ങി. തുടർന്നുള്ള സാലഭഞ്ജികകൾ പറഞ്ഞ കഥകൾ അത് വിക്രമാദിത്യന്റെ വീഡിയോയിൽ ചെയ്യുന്നതായിരുന്നു.